ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും എസ് കെ ഗെയിമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടീം KBS ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ മോഡായ KSRTC V2 ഗെയിം റൈഡാണ്. അപ്പോൾ നമുക്കത് തുടങ്ങാം. ഞാനതിനായിട്ട് സെലക്ട് ചെയ്യുന്ന മാപ്പ് ഏതാണെന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് മാപ്പാണ് ജംബി താലംബാങ്. കാരണം കുറച്ച് ഓഫ് റോഡൊക്കെ ഉള്ളതാണ് ഒരു. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്. ഇൻറ്റീരിയറൊക്കെ കണ്ട എല്ലാം നല്ല കിടിലനായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല KBS ആൻഡ്രോയിഡ് എല്ലാം നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. KSRTC സൂപ്പർ ഫാസ്റ്റ് അടൂർ ഡിപ്പോട RPK 950 സുൽത്താൻ ബത്തേരി കോഴിക്കോട് അടൂർ സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ്. ഇതിപ്പോൾ ഇതിന് ട്രാഫിക് മോഡ് ടീം KBRൻ്റെ ട്രാഫിക് മോഡാണ് ഇതിൽ കിടക്കുന്നത്. അതാണ് ഞാൻ ഇപ്പോൾ ഓടിക്കുന്നത്. നമുക്ക് എന്തായാലും ഇപ്പോൾ തുടങ്ങാം. ഇത് ഞാനിപ്പോൾ ഫ്രീ മോഡാണ് കളിക്കുന്നത്. കരിയർ മോഡിട്ട് കളിക്കുന്നവർക്കായിരിക്കും നല്ലത്. ഇത് വളരെ നല്ലൊരു മോഡാണ്. അവർ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ മോഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. വീഡിയോയുടെ ഒരു എക്സ്റ്റീരിയർ ഈ ബസ്സിൻ്റെ ഒന്ന് പുറം ഞാൻ ചുറ്റി ഒന്ന് കാണിച്ചു തരാം. നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് പോകാം. ഇപ്പോഴത്തെ കാറ് വന്നിട്ടുണ്ട്. ഫോട്ടോ കിടിലല്ലേ? നമുക്ക് ഇനി പോവാം. ഇതിൻ്റെ ഇവർ KBS ആൻഡ്രോയിഡ് തന്നെ KSRTC V1 മോഡലൊക്കെ അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് പെർഫെക്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. V1 ഞാനത് ഒരിക്കലും ആ മോഡിനെ കുറ്റം പറയില്ല. കാരണം ഞാൻ KBS ആൻഡ്രോയിഡിൻ്റെ മോഡ് ഇഷ്ടപ്പെടുന്ന ആളാണ്. ട്രാഫിക് സിസ്റ്റമൊക്കെ നമുക്ക് പുല്ല. അവർ ഹോണൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ട്രാഫിക് മോഡിൽ തന്നെ അവർ ട്രാഫിക് മോഡിൽ ടീം KBRൻ്റെയാണ്. അതിൽ തന്നെ അവർ സ്പേസൊക്കെ ഇനി അവർ അതിൻ്റെ V1 മോഡ് വരുന്നുണ്ട് പുറകെ. KBS ബസ്സിറക്കിയപ്പോൾ ഒപ്പം തന്നെ ഒരു ഹോൺസൊക്കെ മാറ്റി. ഇപ്പോൾ ഈ ഹോൺ തന്നെ കേട്ടോ. അശോക് ലൈലാൻഡ്, ശരിക്കും അശോക് ലൈലാൻഡിൻ്റെ KSRTC ബസ്സിൻ്റെ സൗണ്ട് അവർ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇത് വേറൊരു KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ് പോകുന്നുണ്ട്. ഡീസൽ കുറവാണ്, കുറച്ച് ഡീസൽ അടിച്ചിട്ട് പോകാം നമുക്ക്. ഇപ്പോൾ 2070 ലിറ്റർ അടിക്കുന്നുണ്ട്. 2070 ലിറ്റർ എന്ന് വെച്ചാൽ ഇത് ഈ ഗെയിമിലെ ഇൻ്റർനാഷണൽ വാല്യൂലുള്ളതാണ്. നമ്മുടെ ഇന്ത്യൻ വാല്യൂവിൽ ഇതിനേക്കാൾ കുറവൊക്കെ വരും. ഇത് അവരുടെ ഒരു ട്രാഫിക് മോഡിലുള്ള ഒരു പുതിയ പരിപാടിയാണ്.
നമുക്ക് നമ്മുടെ KSRTC സ്ഥിരം ഹോൺ മതി. ഓഫ്, ഇങ്ങനത്തെ ചില വണ്ടിക്കാരുണ്ട് ഈ ഗെയിമിൽ, പെട്ടെന്ന് നിർത്തിക്കളയും. നമുക്ക് ഇന്ത്യയെ അങ്ങോട്ട് കാണിച്ചാലേ പറ്റൂ. അത്യാവശ്യം നാരോ റോഡ്സ് ആണ്, നല്ല സ്പീഡ് എടുത്ത് വണ്ടി ഓടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. റാഷ് ഡ്രൈവിങ് ഇഷ്ടമില്ലാത്തവർക്ക് ഒരു നോർമൽ സ്പീഡ് ഓടിക്കാം. അതല്ല മാപ്പ് പെട്ടെന്ന് കവർ ചെയ്ത് പോകണമെന്നുള്ളവർക്ക് ചെന്ന പിന്നെ ഓടിച്ചു പോവാം. ഒരു ബ്രേക്കിംഗ് സൗണ്ട് ഇവർ മാറിയിട്ടുണ്ട്. നമുക്ക് വേറൊരു വഴിക്ക് പോവാം. ആ വഴിക്ക് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ വഴിക്ക് ഷോർട്ട് അടിച്ച് പോവാം. ഇതിപ്പോൾ ഞാൻ ഇന്നലെ ഡൗൺലോഡ് ചെയ്തതാണ് ഈ മോഡ്. എൻ്റെ കയ്യിലിപ്പോൾ ഏകദേശം 10-12ഓളം മോഡുണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇടാം ഒരു ദിവസം. ഞാനിപ്പോൾ ഷോർട്ട് അടിച്ച് വരാമെന്ന് പറഞ്ഞത്, ഇവിടെ ഒരു ബീച്ചുണ്ട്, നമുക്ക് അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല, ഒന്ന് കാണിച്ചു തരാനാണ്. ഇതേ ബോട്ടൊക്കെ കിടക്കണണ്ട. ബിക്കോസ് ചില സ്ഥലത്തോട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റർ ചെയ്യാൻ പറ്റിയ ഒരു ബീച്ച് വേണം. ഇതേ ബോട്ടൊക്കെ കിടക്കുന്നുണ്ട്. ഞാൻ ഔട്ടർ കാണിച്ചു തരാം. ബീച്ചിനടുത്തേക്ക് പോകാൻ പറ്റത്തില്ല. ഇതേ കണ്ട, ആ ഓറഞ്ച് ലൈൻ വെച്ചാൽ നമുക്കിങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ ആ ലൈനാണ് ബോർഡർ. ആ ലൈനിനപ്പുറം നമുക്ക് പോകാൻ പറ്റില്ല. ഇത് ബീച്ച്, നമ്മുടെ വണ്ടി, ഇത് വേറെ വണ്ടികളൊക്കെ പോകുന്നു. ഇതിപ്പോൾ മറ്റൊരു ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്. തിരുവനന്തപുരം കൊട്ടാരക്കര ഫാസ്റ്റ് പാസഞ്ചറാണ്. പക്ഷെ അവർ നല്ല KBR നല്ല കിടിലനായിട്ട് ശരിക്കും നമുക്ക് കേരളത്തിൽ കൂടി വണ്ടി ഓടിക്കുന്ന പോലെ ആ ഒരു ഫീലിംഗ് തരുന്നുണ്ട് അവരുടെ ട്രാഫിക് മോഡ്.
നമുക്ക് ഈ വീഡിയോ നമുക്ക് കയറി പോകാം, കാരണം ഈ ബസ് പതിയെ പോകത്തുള്ളൂ. ഇതിപ്പോൾ ഒരു KSRTCയുടെ വേറൊരു ബസ് കണ്ട, ഗരുഡ മഹാരാജ. ഒറിജിനലി ഗരുഡ മഹാരാജ സ്കാനിയാണ് KSRTCയുടെ. അതിലിപ്പോൾ കൊടുത്തേക്കുന്നത് ജെറ്റ് ബസ്സിൻ്റെ തന്നെ മൾട്ടി ആക്സിൽ ബസ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മളൊന്ന് ഓഫ് റോഡ് പിടിച്ചാണ് പോകുന്നത്. അതെപ്പോഴാണെന്ന് ഞാൻ കാണിച്ചു തരാം. ചെറുതായിട്ടൊന്ന് റൈറ്റ് പിടിച്ച് പോവാം. ചുറ്റിക്കറങ്ങി പോകണം എനിക്കിഷ്ടമല്ല. അവിടെ വിനീതേട്ടൻ പറയുന്നത് കണക്ക് ടോൾ കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇതിപ്പോൾ നമ്മൾ എത്തിയേക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഷോർട്ട് കട്ട് തിരിയുന്നതിന് മുമ്പ് കണ്ട റോഡില്ലേ, ആ റോഡ് നേരെ കുറച്ചും കൂടെ അങ്ങോട്ട് പോയി ചുറ്റിക്കറങ്ങി ഈ റോഡിൽ വരത്തുള്ളൂ. നമ്മളിപ്പോൾ കുറച്ച് നേരത്തെയാണ് എത്തിയത്. ഇപ്പോൾ ലോഡിങ് ഉണ്ട്. ഇപ്പോൾ ഹൈ റേഞ്ചാണ്. ഇനി വേറൊരു സാധനം കാണിച്ചു തരാം. ബിക്കോസ് ഇത് ചിലപ്പോൾ എന്തെങ്കിലും ഇതായി പോകും. ഇതെന്തിനാണെന്ന് വെച്ചാൽ, മൾട്ടിപ്ലെയറിന് കളിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയാണ്. ഇപ്പോൾ പ്രൈവറ്റ് ബസ് യൂസ് ചെയ്ത് മൾട്ടിപ്ലെയർ കളിക്കുന്ന ഫ്രണ്ട്സിന് ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്നൊക്കെ ഇതിൽ വെറുതെ പിക്സൊക്കെ എടുത്ത് ബസ്സിനായിട്ട് ഇന്തോനേഷ്യ വാട്സപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിലും ഒക്കെ ഇടാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബസ് കിടക്കുന്നുണ്ടോ, ഇതുപോലെ കുറച്ച് ബസ്സുകൾ ജോയിൻ ചെയ്തിടുമ്പോൾ ഒരു ബസ് സ്റ്റാൻഡ് പോലെയൊക്കെ തോന്നിക്കും. കടകളൊക്കെ ഉണ്ട്, ബസ് സ്റ്റാൻഡ് അങ്ങനെയൊക്കെ. കാരണം ഞാൻ ഫ്രണ്ട്സുമായിട്ടൊക്കെ മൾട്ടിപ്ലെയർ കളിക്കുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു നേരത്തെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ ഈ വീഡിയോയുടെ മെയിൻ പോയിൻ്റായ നമ്മുടെ ഓഫ് റോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. പോലീസ് വണ്ടിയൊക്കെ പോകും പറ. ചെറിയൊരു ഇടിയ ബൈക്കാരന് കിട്ടിയെന്ന്. ഈ റോഡ് വഴി എപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചാലും ഒന്ന് എവിടെയെങ്കിലും പോയി ഇടിച്ചിരിക്കും, അത് ഉറപ്പുള്ള കാര്യം. ഞാൻ ഓവർ സ്പീഡാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. കാരണം ഇപ്പോൾ കോഴിക്കോട് കണ്ണൂർ ഓടുന്ന മസാഫി ബസ് കോഴിക്കോട് കണ്ണൂരാണെന്നാണ് എൻ്റെ അറിവ്. ശരിക്കും റൂട്ട് എനിക്കറിയില്ല.
അവിടെ ചെറിയൊരു ഇടിക്ക് എപ്പോഴും ചാൻസ് ഉള്ള ഞാൻ ഓടിക്കുക. ഓഫ്, ഞാനത് കുറച്ച് സൈഡ് ചേർത്താണ് ഓടിച്ചത്, അത് കാരണമാണ് പണിയായത്. ഇതാണ് നമ്മുടെ ഓഫ് റോഡ്. ഇത് ഒരു ഓഫ് റോഡാണ്. ഈ ഓഫ് റോഡ് വഴി ഞാൻ സ്ഥിരം വണ്ടി ഓടിക്കുന്നതാണ്. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് ഇതല്ല, കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വേറൊരു ഓഫ് റോഡ് ഉണ്ടെന്ന്. അപ്പോൾ അത് ഞാനൊന്നും നോക്കിയിട്ടില്ല. ഇപ്പോൾ നമുക്കത് കാണാം. ഇപ്പോൾ കണ്ട ഓഫ് റോഡിൻ്റെ വീഡിയോ ഞാൻ വേറെ ഒരെണ്ണം ഇടാം. കണ്ടോ, സ്കൂളാണ്, അതൊരു സ്കൂളാണ്. ഇതാണ് വേറൊരു ഓഫ് റോഡ്. ഇത് ഔട്ടർ ഇട്ട് ഓടിക്കുന്നതായിരിക്കും നല്ലത്. കണ്ടോ, എനിക്കിതാണ് ഭയങ്കര ഇഷ്ടം. വണ്ടി കിടന്ന് കുലുങ്ങി. ഇവിടെ ഒരു ചെറിയ ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ട്, നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ കാണുന്ന പോലെ പറമ്പിൽ കുട്ടികളൊക്കെ കളിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഓടിക്കുന്നത് ഓട്ടോ ഗിയറിലിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റിങ്സിൽ പോയി ചേഞ്ച് ചെയ്ത് പല രീതിയിലിട്ട് ഓടിക്കാം. ഇപ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് ഓടിക്കണമെങ്കിൽ നിങ്ങൾക്ക് മാനുവൽ എടുത്തിട്ട് ഫസ്റ്റ് ഗിയറിലിട്ട് ഓടിക്കാം. ഞാൻ ഇടയ്ക്ക് ഈ ഹൈ റേഞ്ചൊക്കെ കയറുമ്പോൾ നിങ്ങൾ നല്ലത് മാനുവൽ എടുത്തിട്ട് ഫസ്റ്റ് ഗിയറിലിട്ട് കയറ്റുന്നതാണ്. ഓട്ടോയിലിട്ട് കയറ്റുകയാണെങ്കിൽ ഇടയ്ക്കെങ്ങാനും നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കൈയെടുത്താൽ സാധനം അതേപടി പുറകോട്ട് ഉരുണ്ട് വരും. പിന്നെ മൊത്തം താഴ്ത്ത് വന്നിട്ട് നമുക്ക് തിരിച്ച് കയറ്റാൻ പറ്റും. നല്ല വിശാലമായ നെൽവയലുകളുടെ സൈഡിൽ കൂടെ KSRTC അടൂർ ഡിപ്പോയുടെ RPK 950 ബസ്സുമായി SK ഗെയിമർ പോവുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഓഫ് റോഡിൻ്റെ എൻഡിങ്ങിലെത്തിയിരിക്കുകയാണ്. ഒരു സൂപ്പർ ഫാസ്റ്റും ഫാസ്റ്റ് പാസഞ്ചറും ഒരുമിച്ച് പോകുന്നു. ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഓഫ് റോഡ് വഴി കയറിയാൽ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റോഡിൽ വന്ന് കയറാം. എൻ്റെ കയ്യിലുള്ള എല്ലാ മോഡ്സിൻ്റെയും മോഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. വണ്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. നമുക്ക് പുറത്തിറങ്ങി നോക്കാം എന്താ പറ്റിയതെന്ന്. ഓ, ഈ
സൈഡ് തട്ടിയതാണ്, അതാണ് ഒരു സൗണ്ട് കേട്ടില്ലേ ടക്ക്. നമുക്ക് പോവാം. സന്ധ്യയായി. എറണാകുളം റൂട്ടിലെ പുലിയായ ആറ്റുപറമ്പത്ത് ബസ്. വേറൊരു സൂപ്പർ ഫാസ്റ്റ് ബസ് പോകുന്നു, കട്ടപ്പന സൂപ്പർ ഫാസ്റ്റ് ആണ്. ഒരു സൂപ്പർ ഫാസ്റ്റും കൂടി മറ്റുള്ള സൂപ്പർ ഫാസ്റ്റുകളെ ഓവർടേക്ക് ചെയ്ത് നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് കുതിച്ചുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ ശരിക്കും നമ്മുടെ മുമ്പുണ്ടായിരുന്നൊരു മാപ്പിലുള്ള റൂട്ടിനോട് സാമ്യതയുള്ള ഒരു റൂട്ടാണ്. ഇതിപ്പോൾ വേറൊരു ബിൽഡിംഗ്, ഒരു സ്കൂളാണെന്ന് തോന്നുന്നു. ഒരു മാപ്പ് ചെയ്തപ്പോൾ ഞാനിവരുടെ മാപ്പിൽ കണ്ട ഒരു പെർഫെക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇന്തോനേഷ്യയിലുള്ള സ്ഥലങ്ങളെല്ലാം അതേപോലെ തന്നെ പകർത്തി വളരെ പെർഫെക്റ്റായി അവരത് ചെയ്തു. അതിന് മാലിയോ ഗെയിം പ്ലേസ്റ്റും അതുപോലെ തന്നെ ഇത്ര മനോഹരമായിട്ടൊരു ട്രാഫിക് മോഡ് ഇറക്കിയതിന് ടീം KBRനും പിന്നെ ഈ KSRTC ബസ്സിൻ്റെ മോഡിന് ടീം KBS ആൻഡ്രോയിഡിനും വളരെയധികം കൺഗ്രാറ്റ്സ് അറിയിക്കുന്നു. അവർ വളരെ പെർഫെക്റ്റോടെയാണ് അവർ മോഡ്സ് ടീം KBS ആൻഡ്രോയിഡ് അതിലെ ഒരാളെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുക, വളരെ കിടിലനായിട്ട് തന്നെ അവരെല്ലാ മോഡ്സും ചെയ്യുന്നുണ്ട്. ഇനി അവർ കുറേ മോഡ്സ് അവർ ഇറക്കുന്നുണ്ട്. അതെല്ലാം നല്ല വിജയമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ യാത്രയുടെ അവസാന ഘട്ടമായ പാലംബാങ് നഗരത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് മെട്രോയൊക്കെ പോകുന്നുണ്ടോ? നമുക്ക് മെട്രോയിൽ നിന്ന് വെട്ടിക്കാൻ നോക്കാം. പറ്റുമെന്ന് അറിഞ്ഞൂടാ, എന്നാലും നമുക്ക് നോക്കാം വെട്ടിക്കാൻ. ചെറിയൊരു ഇടിയൊക്കെ കിട്ടി, കുഴപ്പമില്ല. മെട്രോയെ വെട്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. മെട്രോ നമ്മുടെ തൊട്ട് പുറകെ തന്നെ വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട,
നമ്മളങ്ങനെ മെട്രോയെ വെട്ടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. KSRTCയുടെ മുമ്പിൽ മെട്രോ പോലും ഒന്നുമല്ലെന്ന് RPK 950 തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇതാണ് ആ മെട്രോയുടെ സ്റ്റേഷൻ. ഇതാണ് ഇപ്പോൾ ഒരു സൗണ്ട് കേട്ടോ, വേറൊരു മെട്രോ നമ്മൾ വന്ന വഴിയിലേക്ക് പോകുന്നതാണ്. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് കുറച്ച് വിഷ്വൽസൊക്കെ ഇരുട്ടായത്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഇവിടുത്തെ വിഷ്വൽസൊക്കെ കാണാൻ പറ്റും. നമ്മുടെ സ്റ്റാൻഡ് എത്താറായി. ഇത് സ്റ്റാൻഡ് എത്തിക്കഴിഞ്ഞു. ഇത് നമ്മുടെ കോട്ടയം റൂട്ടിലുള്ള കോൺകോഡ് ബസ്സൊക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. ഇത്